സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രാദേശിക വിഷയങ്ങൾ മുതൽ ദേശീയ രാഷ്ട്രീയം വരെ ഉയർത്തിയാണ് മുന്നണികളുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് UDFും NDAയും പ്രധാന പ്രചാരണ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 9 വർഷമായി നടപ്പിലാക്കിയ സാമൂഹിക ക്ഷേമ പദ്ധതികളും വികസനവുമാണ് LDFന്റെ പ്രധാന പ്രചാരണായുധം. മുക്സിന സു വിശദാംശങ്ങളുമായി ചേരുന്നു. മുക്സിന, ഗുഡ് മോർണിംഗ്. മുക്സിന, കൊച്ചിയിൽ ഇപ്പോൾ ഇന്നലെയാണ് UDFന്റെ ഒക്കെ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ഒരു ചിത്രം തെളിഞ്ഞത്. ബാക്കി ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപന പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ 3 മുന്നണികളും അവരുടെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കിപ്പോൾ മധ്യമേഖല എടുക്കുമ്പോൾ, മധ്യ കേരളം എടുക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയൊരു പോരാട്ട ചൂടായിരിക്കും ഇത്തവണ കാണാൻ പോകുന്നത്? സെഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയതോടുകൂടി വലിയ രീതിയിലുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് LDF, UDF, NDA മുന്നണികളെല്ലാം തന്നെ കാലേക്കൂട്ടി തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം ശക്തമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക, ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. 40 പേരുടെ ലിസ്റ്റാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നേരത്തെ കൂടുതലും UDFന് ഭരണം ലഭിച്ചിട്ടുള്ള ഒരു ഇടമാണ്. പക്ഷേ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയും കൊച്ചിൻ കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ് UDF നടത്തുന്നത്. പ്രധാനമായും കഴിഞ്ഞ തവണ UDFന് വെല്ലുവിളിയായത് വിമത ശല്യമായിരുന്നു. പ്രത്യേകിച്ച് ലീഗ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് TK അഷ്റഫ് LDFലേക്ക് മാറിയത് നിർണായകമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ജില്ലാ വിമതരും അതുപോലെ തന്നെ സ്വതന്ത്രരും ഒക്കെ തന്നെ LDFലേക്ക് മാറിയതോടുകൂടി LDFന് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷേ ഇക്കുറി മട്ടാഞ്ചേരിയിൽ നിന്നുള്ള TK അഷ്റഫ് ഇക്കുറി കലൂരിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി UDFനൊപ്പം ഉണ്ടാകുന്നത് UDFന് വലിയ ഗുണം ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പുതുമുഖങ്ങളെയും അതുപോലെ തന്നെ സിറ്റിംഗ് കൗൺസിലേഴ്സിനെയും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക തന്നെയാണ്, ആദ്യഘട്ട പട്ടിക തന്നെയാണ് UDF പുറത്തുവിട്ടിരിക്കുന്നത്. വനിതാ മേയർ സ്ഥാനാർത്ഥിയാണ്. അത് ആരാണ് എന്നുള്ളത് നിലവിൽ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിന്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ആരാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതൊരു ചിത്രം ഉടൻ തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ബാക്കിയുള്ള ഇടങ്ങളിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങളും അതിന്റെ പ്രഖ്യാപനവും UDFന്റെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇന്ന് 12 മണിയോടുകൂടി തന്നെ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവും ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് LDF അറിയിച്ചിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് നിരവധിയായ പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ട്, ഇത് ജനകീയമായ നിരവധി പദ്ധതികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദത്തിൽ അതിൽ ഊന്നിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാകും ഉണ്ടാവുക. ഭരണം ഏത് വിധേനയും നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് LDFന്റെ ഭാഗത്തു നിന്ന് കൊച്ചിൻ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുക. എന്താണെങ്കിലും ഒരു ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ള കൃത്യമായൊരു ചിത്രം ഇന്നത്തോടുകൂടി കൊച്ചി കോർപ്പറേഷനിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മറ്റിടങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, മറ്റന്നൂർ ഒഴികെ 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ച് അവിടെ പ്രചരണം സജീവമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ LDF അവിടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ NDA BJPയും വലിയ രീതിയിൽ പ്രമുഖരെ തന്നെ ഇത്തവണ കളത്തിറക്കിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്, ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുൻ DGPയുടെ ശ്രീലേഖ അടക്കം മത്സരരംഗത്ത് ഇറക്കിക്കൊണ്ടാണ് BJP ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കരുക്കൾ നീക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങൾ കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട്, അതുപോലെ കണ്ണൂർ കോർപ്പറേഷന് വലിയ രീതിയിലുള്ള മത്സരം തന്നെ കടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കോർപ്പറേഷനിലേക്കുള്ള 24 സ്ഥാനാർത്ഥികളെ
പ്രഖ്യാപിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിലുള്ള 13 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കുമുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ BJPയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചെങ്കിലും തർക്കം നിലനിൽക്കുന്നതിനാൽ ബാക്കി പട്ടിക വന്നിട്ടില്ല. സ്വാഭാവികമായും ഇന്നും നാളെയും കൂടി അതിൻ്റെ ഒരു പട്ടിക ലിസ്റ്റ് പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലും LDFന്റെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ച് വയനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. അതുപോലെ തന്നെ കൂടാതെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള UDF ചർച്ചകളും സജീവമാണ്. കാസർഗോഡ് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. മധൂർ, മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് LDF, UDF തുടങ്ങി എല്ലാ മുന്നണികളും പ്രഖ്യാപിക്കുക. മറ്റ് സ്ഥലങ്ങൾ എടുത്തു നോക്കുമ്പോൾ കോട്ടയത്ത് LDF, UDF സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് പൂർത്തിയാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഏതാനും സീറ്റുകളിൽ കേരള കോൺഗ്രസ്, CPM അതുപോലെ തന്നെ ധാരണ എത്താത്തതാണ് LDF ഇത്തരത്തിൽ സീറ്റ് വിഭജന ചർച്ചയിൽ ചെറിയ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. അത് പരിഹരിച്ച് ഉടൻ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. നിലവിൽ സീറ്റ് വിഭജനം ആയിട്ടുണ്ട്. LDF, UDF മുന്നണികൾ 2 ദിവസത്തിനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി. LDF 13-ാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വയനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലായിടങ്ങളിൽ നിന്നുള്ള ഒരു ചിത്രം ഇന്നും നാളെയോടുകൂടി പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടുകൂടി ഇന്നും നാളെയുമായി തന്നെ സീറ്റ് നിർണയം, സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം ഇതൊക്കെ പൂർത്തിയാക്കി തിരക്കിട്ട പ്രചാരണങ്ങളിലേക്ക് കടക്കാൻ മുന്നണികൾ ഒരുങ്ങുന്നതിൽ ഏറ്റവും ആദ്യം ഞെട്ടിച്ചത് കോൺഗ്രസ് ആണല്ലേ?